വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാർവലസ് ലൈറ്റിൻ്റെ മീഡിയ മിനിസ്ട്രീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അനേകരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കാണുകയാണ്. അനേകരുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ കേൾക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതി, മനുഷ്യൻ്റെ പ്ലാനും ഒരുമിച്ചാണോ പോകുന്നത് എന്നുള്ള കാര്യം. നമ്മളെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതി എന്തായിരുന്നു? നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ കണ്ടു. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്നത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം എഴുതി. പക്ഷെ നമ്മൾ നമ്മുടെ പ്ലാൻ പ്രകാരം ജീവിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ അവിടെ കിടക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി ചെയ്യുന്നവന് മാത്രമേ ജീവിതത്തിൽ ഒരു ത്രില്ലുണ്ടാകത്തുള്ളൂ. മറ്റുള്ളവന് നിരാശയും പ്രതീക്ഷയിൽ മയങ്ങി ആകെ ദുഃഖിതനുമാണ്. ആ ഒരു മെസ്സേജാണ് ഇന്നും നാളെയും നിങ്ങൾ കേൾക്കുന്നത്. ദൈവം തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം മാനിക്കട്ടെ. ആമേൻ. സദൃശവാക്യങ്ങൾ 19:21 കഴിഞ്ഞ ദിവസങ്ങൾ 1 തൊട്ട് സംസാരിച്ചു. അതിങ്ങനെയായിരുന്നു: മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരുപാട് പല വിചാരങ്ങളുമുണ്ട്, പല പ്ലാനുകളുണ്ട്, പല വിചാരങ്ങളുണ്ട്. യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ദൈവത്തിൻ്റെ പദ്ധതിക്കാണ് പ്രാധാന്യമുള്ളത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. ഇരിക്കട്ടെ, നിങ്ങളുടെ പ്ലാന് ദൈവത്തിൻ്റെ പർപ്പസ് ആകണമെന്നില്ല. പർപ്പസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്ലാൻ പ്രകാരം ജീവിക്കാനല്ല, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാനാണ്. ഹല്ലേലൂയ. അവനവൻ്റെ പ്ലാൻ പ്രകാരം ജീവിക്കുന്നവനാണ് ജീവിതം ഫെഡപ്പായി നിരാശ പിടിച്ച് ഒരു പ്രത്യാശയോ പ്രതീക്ഷയോ ഇല്ലാതെ അവൻ ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്നവന് ഒരു പ്രത്യാശ എന്ന് മാത്രമല്ല, അവനാണ് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹത്തെ പോലെ അവന് ഒരു എഴുന്നേൽപ്പുണ്ട് അവന്. കാരണം അവന് അവൻ്റെ പ്ലാനുകൾക്കല്ല. നിങ്ങളുടെ പ്ലാനുകളൊന്നും മോശമാണെന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ പ്ലാനുകളെല്ലാം ഗുഡ് പ്ലാനുകളാണ്. പക്ഷെ ദൈവം ഗുഡ് പ്ലാനുകളുടെ പിറകിലല്ല, റൈറ്റ് പ്ലാനുകളുടെ പിറകിലാണ്. എല്ലാ പ്ലാനുകളും, നല്ല പ്ലാനുകളും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ആകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പദ്ധതികളും ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരമാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ഇന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത്, എല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കും. എന്ത് ദൈവം സൃഷ്ടിക്കുമ്പോഴും ദൈവം തേജോമനായതുകൊണ്ട്, ദൈവം ഒരു വാട്ടർ ബോട്ടിൽ സൃഷ്ടിച്ചാൽ അതിൻ്റെ അകത്തൊരു തേജസ്സുണ്ട്. ദൈവം ഒരു പോഡിയം സൃഷ്ടിച്ചാൽ അതിൻ്റെ അകത്തൊരു തേജസ്സുണ്ട്. ദൈവം എന്ത് സൃഷ്ടിച്ചോ അത് മഹത്വത്തിലേ സൃഷ്ടിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ദൈവം മഹത്വമായത്. രണ്ടാമത്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, താൻ തേജസ്സിൽ സൃഷ്ടിച്ച സകലതും അതിൻ്റെ തേജസ്സിനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്ത് സൃഷ്ടിച്ചാലും തേജസ്സിൽ സൃഷ്ടിക്കും. തേജസ്സിൽ സൃഷ്ടിക്കുന്നത് ആ തേജസ്സിനെ പ്രകടിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ കൺഫ്യൂഷൻ, എന്താണ് തേജസ്? തേജസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടിയും മിന്നലും പുകയും അല്ല. അതല്ല തേജസ്. ദൈവത്തിൻ്റെ തേജസ് പഴയ നിയമത്തിൽ ഖാബോത്ത് എന്നും ഗ്രീക്ക് ഭാഷയിൽ ഡോക്സ എന്നുള്ള 2 വേർഡുകളാണ് തേജസ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ എന്തിനാണ് ജനിച്ചതെന്ന് മീനുകൾക്കറിയണ്ട, പക്ഷികൾക്കറിയണ്ട, മൃഗങ്ങൾക്കറിയണ്ട. കാരണം അതിൻ്റെ എല്ലാ സോഴ്സ് ഈ പൊടിയാണ്. അതിനെ ഒന്ന് സൃഷ്ടിച്ചപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച പോലെ ഒരു പ്രതീക്ഷയിലല്ല ദൈവം അതിനൊന്നും സൃഷ്ടിച്ചത്. മീനിനെ മാത്രം എടുക്കട്ടെ, ഈ വെള്ളത്തിൽ ജീവിക്കുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒന്നേ ദൈവം ആഗ്രഹിച്ചിട്ടുള്ളൂ: ഓക്സിജൻ ടാങ്ക് ഇല്ലാതെ
മുങ്ങിച്ചാകാതെ വെള്ളത്തിൽ നീന്തണം. അതിനെ വെള്ളത്തിലേക്ക് സൃഷ്ടിച്ചിടുമ്പോൾ തന്നെ അതിന് സ്വിമ്മിങ് സ്കൂളിലോ ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പോയില്ല. സൃഷ്ടിച്ച ഉടനെ അത് നീന്തി തുടങ്ങി. ദൈവം നോക്കി നല്ലതെന്ന് കണ്ടു. കാരണം വേറെ ഒന്നും മീനിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചിട്ടില്ല. നീന്തുക, ഓക്സിജൻ ടാങ്ക് ഇല്ലാതെ ഇറങ്ങുക. നേരെ മറിച്ച് മനുഷ്യനാണ് ഇറങ്ങിയെങ്കിൽ വേറെ പലരും നീന്തേണ്ടി വരും. പക്ഷേ മീനുകളിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിച്ചില്ല. മൃഗങ്ങളിൽ നിന്ന് ദൈവം വേറൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷികളെ നീന്താൻ ദൈവം പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷികൾ, നിങ്ങൾക്ക് പറക്കാൻ പറ്റത്തില്ല, പക്ഷികൾക്ക് പറക്കാൻ പറ്റും. പക്ഷികളിൽ നിന്ന് ദൈവം ആകെ പ്രതീക്ഷിച്ചത് പറക്കുക. പക്ഷികളിൽ നിന്ന് ദൈവം ആകെ പ്രതീക്ഷിച്ചത് പറക്കുക. പറക്കാൻ അറിയാത്ത ഒരു കിളി എവിടെയെങ്കിലും വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറക്കാൻ അറിയത്തില്ല, ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. ആരാ അതിനെ ഫ്ലൈയിങ് സ്കൂളിൽ വിടുന്നത്? അതിൻ്റെ അകത്ത് തന്നെ ഇവിടെ ഗ്രാവിറ്റി ഉണ്ട്. ഈ ഗ്രാവിറ്റിയാണ് നിങ്ങൾക്ക് പറക്കാൻ പറ്റാത്തത്. പക്ഷേ അത് ഗ്രാവിറ്റി ഉള്ളിടത്താണ് ഈ പക്ഷികൾ പറക്കുന്നത്. അപ്പം അതിനെ ഭേദിച്ചു പോകുവാനുള്ള ഒരു നേച്ചർ അതിൻ്റെ അകത്ത് ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. നമുക്കെല്ലാം താഴേക്ക് വീഴാനാണ് കൂടുതൽ സാധ്യത, പക്ഷേ പക്ഷികൾക്ക് മുകളിലേക്ക് ഉയരുവാനാണ് സാധ്യത. കാരണം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ ഒരു നേച്ചുറൽ സൃഷ്ടിച്ചു. മീനുകളും മറ്റുള്ള സാധനങ്ങൾ വെള്ളത്തിൽ, ഇഴയുന്നതിനെ അതിൽ, പക്ഷികളെ പറക്കുവാൻ. പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ദൈവം പറഞ്ഞു നല്ലതെന്ന് അവൻ കണ്ടു. വേറൊന്നും ദൈവം അത് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഓരോന്നിനെയും സൃഷ്ടിക്കുമ്പോൾ ദൈവം നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടു, നല്ലതെന്ന് കണ്ടു. അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. ഒന്ന് പറഞ്ഞേ ഉറക്കെ. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസായതെന്ന് പറയാമോ? മനുഷ്യൻ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാകാനുള്ള കാരണം, സംഗീതക്കാരൻ പറഞ്ഞു ഐ ആം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. അങ്ങനെ പറഞ്ഞാൽ അതിശയവും അതിശയകരമായി. അതിൻ്റെ അർത്ഥം നീ ഒരു അതിശയമാണ്. സി വണ്ടർഫുൾ, അതാണ് വണ്ടർഫുൾ. അത് രണ്ട് വേർഡുകളാണ്, വണ്ടർ പ്ലസ് ഫുൾ. അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതം മുഴുവനും വണ്ടറാണ്. വണ്ടർഫുൾ എന്ന് പറഞ്ഞ രണ്ട് വേർഡുകൾ, അതിൻ്റെ അർത്ഥം നിന്റെ ജീവിതം മുഴുവൻ ഒരു അതിശയമാണ്. അതാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. അവൻ പ്രയാസപ്പെട്ട് നടക്കാൻ വയ്യാതെ വന്നൊരു വ്യക്തി ചാടി ഓടിപ്പോകുന്നു. ഇതിനാണ് ഭൂമിയിൽ ഒരു സഭ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അത് സൗഖ്യമാക്കി അവിടെ ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ പ്രവചിച്ചു, നിങ്ങൾ വന്ന പോലെ അല്ല തിരിച്ചു പോകുന്നത്. ആരോട്? നിങ്ങളോട്. അല്ലാതെ അവരോട് രഹസ്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അവരോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരുവാൻ ഒരു തകർച്ചയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുമ്പോൾ അതിന് ഒരു ലക്ഷ്യമുണ്ട്, അത് വിടുതലായിരിക്കും. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എങ്ങനെ ധൈര്യം വന്നത് പറയാൻ? നിങ്ങൾക്കും ചോദിക്കാം, എങ്ങനെയാണ് ബിഷപ്പേ നിങ്ങൾക്ക് ഇതിന് ധൈര്യം വന്നത്? എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം, എനിക്ക് എൻ്റെ ശത്രുവിൻ്റെ ബലത്തെ അറിയാം. അവൻ എൻ്റെ കാൽ കീഴിലാണ്. ആമേൻ. ദൈവം സർവശക്തനാണെങ്കിൽ നീ ആരോഗ്യവാനും ആരോഗ്യവതിയുമായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എല്ലാം അസ്തമിച്ചു പോയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെയോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോ, അത് പിശാച് പറഞ്ഞ കള്ളമാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല. നിനക്ക് വരാനുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുത്തന്റെ ഹൃദയത്തെ തോന്നിയിട്ടുമില്ല. ദൈവം പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നീ നിരാശ പിടിച്ചിരിക്കേണ്ട. ഒന്നും നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, വരുന്നുണ്ട്. പക്ഷികൾ പറക്കുമ്പോൾ നല്ലത്, മീനുകൾ നീന്തുമ്പോൾ നല്ലത്, മൃഗങ്ങൾ ഭൂമിയിൽ ഇലയും മറ്റും നിന്ന് ജീവിക്കുമ്പോൾ നല്ലത്,
മനുഷ്യനെ മാസ്റ്റർ പീസ് ആകാനുള്ള കാരണം മനുഷ്യനെ മാത്രമേ ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുള്ളൂ. മനുഷ്യനെ മാത്രമേ ആത്മാവും ദേഹവുമായി സൃഷ്ടിച്ചിട്ടുള്ളൂ. മനുഷ്യന് വേണ്ടി മാത്രമാണ് ഇതുവരെ സൃഷ്ടിച്ചത് മുഴുവൻ. പക്ഷികൾക്ക് വേണ്ടിയല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയല്ല അതിനെ സൃഷ്ടിച്ചത്. ഇതിനെല്ലാം സൃഷ്ടിക്കുമ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുടുംബം വരാൻ പോകുന്ന കുഞ്ഞിന് ഒരുങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ രാജാവ് വരുന്നതിന് മുമ്പേ അവന് വേണ്ടി എല്ലാം ഒരുക്കി. 6-ാം ദിവസം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു, ഇതുവരെ ഞാൻ സൃഷ്ടിച്ച സകലവും നിന്റെ കൺട്രോളിലും നിന്റെ കസ്റ്റഡിയിലുമാണ്, അതിൻ്റെ മേൽ നീ വാഴുക. നാം വാഴുക എന്നല്ല, അവർ വാഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ മറ്റുള്ളവരെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഒരു ചക്ക അല്ലെങ്കിൽ ഒരു പ്ലാവ് അതിന് മഹത്വം കൊടുക്കുന്നത് ചക്ക കായ്ച്ചിട്ടാണ്. ഒരു തക്കാളി ചെടി മഹത്വം കാണിക്കുന്നത് ചെടി മുഴുവനും തക്കാളിയായിട്ടാണ്. അതിൽ കൂടുതലൊന്നും ഒരു പൈനാപ്പിൾ നിന്നോ ഒരു മാവിൽ നിന്നും ദൈവം വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ കുറേ കഴിവും പണവും വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുമ്പോൾ കൊള്ളാം, ഇവനെ കൊള്ളാം എന്ന് പറഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ പേർപ്പസിന് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 1992 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എന്നെ 93 ശുശ്രൂഷകനാക്കിയത് ഈ ദൈവമാണ്. ഇന്നറിയുന്നത് പോലെ അന്നറിയില്ല. ഇന്ന് ഒരു വാക്കുകൊണ്ട് പിശാചിനെ ശാസിക്കുന്നത് പോലെ അന്നെനിക്കറിയത്തില്ല. ഞാൻ വെറും ഒരു 0 ആയിരുന്നു. മാവലസ് റൈറ്റിന് വ്യക്തമായിട്ടൊരു വെളിപ്പാടുണ്ട്. ആമേ, നിനക്ക് കഷ്ടപ്പെടാനൊരു സമയമുണ്ടെങ്കിൽ കഷ്ടപ്പെടുത്തുന്നവനെ പുറത്താക്കാനും സഭയ്ക്കൊരു സമയമുണ്ട്. അതിപ്പോൾ ഈ സഹോദരിയോട് മാത്രമല്ല, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ മുഴുവനും ഭൂതം ബാധിച്ച് 6000 ഭൂതങ്ങൾ ഇങ്ങനെ കയറി അവൻ്റെ ജീവിതം മുഴുവനും കട്ടപ്പുകയായിട്ട് അവൻ കല്ലെടുത്തിട്ട് അവൻ്റെ ശരീരത്തെ തന്നെ ഇടിച്ച് ചതച്ച് ആ വഴിയിൽ ആരും പോകാൻ പോലും അനുവദിക്കാതെ ഒരു ഫെറോഷ്യസ് മൃഗമായിട്ട് ജീവിക്കുന്ന സമയത്ത് അവന് ബോധമില്ല. അവൻ ശവക്കല്ലറയിൽ കിടക്കുന്നു, ശ്മശാനത്തിൽ ജീവിക്കുന്നു, കല്ലും മണ്ണും വാരി തിന്നുന്നു. ഇങ്ങനെ ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? കഷ്ടം. ദൈവം അഹങ്കരിക്കാതിരിക്കാൻ കൊടുത്തു. ബോധമുണ്ടെങ്കിൽ അവൻ അഹങ്കരിക്കും. അതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷ. കുഞ്ഞെ, സ്വർഗത്ത് ചെല്ലുമ്പോൾ ഇതൊന്നും ഉണ്ടാകത്തില്ല, ഇപ്പം എപ്പോൾ വേണമെങ്കിൽ തീരും. പിന്നെ പ്രാർത്ഥിക്കുന്നത് പെട്ടെന്ന് മരിക്കണം. അവനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, മര്യാദയ്ക്ക് വാഴാമല്ലോ. ഒരു ദിവസം യേശു കർത്താവ് പറഞ്ഞു, അക്കരെ പോകാം, വണ്ടിയിട്. എല്ലാവരും കൂടെ ചാടി വള്ളത്തിൽ കയറി എവിടേക്കാന്ന് ചോദിക്കാൻ ഒരുത്തനും ധൈര്യമില്ല. വരുന്ന വരവ് കണ്ടപ്പോൾ ഇവിടെ ശത്രുവിന് മനസ്സിലായി ഗദരദേശം നോക്കിയാണ് വരുന്നത്. ഇവിടെ യേശു കർത്താവ് GPS ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കാണെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ്റെ ഏജൻറ്റുമാരെ വിട്ടിട്ട് യേശു കർത്താവ് യാത്ര ചെയ്ത വള്ളത്തെ കുലുക്കി നോക്കി. പക്ഷെ പിശാചിന് തെറ്റുപറ്റിപ്പോയി. വെള്ളത്തെ കൈകളിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ തമ്പുരാനെ ആ വെള്ളത്തിലൂടെ വരുന്ന വള്ളത്തെ ഇളക്കാൻ ശ്രമിച്ചാൽ പൊട്ടനല്ലേ പിശാചേ, നീ പൊട്ടനല്ലേ? വള്ളത്തെ ഇളക്കുമ്പോൾ, വെള്ളം കലങ്ങുമ്പോൾ, വള്ളം ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നശിച്ചു പോകുന്നു നാഥ, കണ്ണിൽ ചോരയില്ലാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ എന്നും പറഞ്ഞിട്ട് യേശു കർത്താവിനെ വള്ളത്തിൽ നിന്ന് ഉണർത്തിയപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റിട്ട് ആദ്യം ശാസിച്ചത് വെള്ളത്തെ അല്ല, വെള്ളത്തെ ശാസിച്ചതേയില്ല,
കാരണം ഇളക്കിയത് കാറ്റാ. നിന്റെ ജീവിതത്തെ ഉലയ്ക്കുന്ന കാറ്റിനെ ശാസിപ്പാൻ പരിശുദ്ധാത്മാവിൽ നിനക്ക് കഴിയും. നീ വെള്ളത്തെ, സിറ്റുവേഷനെ അല്ല നീ ശാസിക്കേണ്ടത്, ആ സിറ്റുവേഷനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെയാണ് നീ ശാസിക്കേണ്ടത്. യേശു കർത്താവ് ഒരിക്കലും കടലിനെ ശാസിച്ചിട്ടില്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്ക്, കടലിനെ യേശു കർത്താവ് ശാസിച്ചില്ല. കടലിനോട് ശാന്തമാ, കാറ്റ് നിന്നിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നീ ശാന്തമായിക്കോ. നിന്റെ സിറ്റുവേഷനെ ശാന്തമാക്കാൻ കടലിനെ ശാസിക്കണ്ട, സിറ്റുവേഷനെ ശാസിക്കണ്ട, അതിന് കാരണക്കാരനായിരിക്കുന്ന കാറ്റിനെ അവൻ ശാസിച്ചു. ഇന്ന് അതവിടെ നടക്കാൻ പോകുന്നത്. നിന്റെ പ്രശ്നത്തിന്റെ കാരണക്കാരനായിരിക്കുന്ന കാറ്റിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് യേശു. അതിന്റെ വാറന്റുമായിട്ടാണ് ഇന്ന് ദൈവം ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രശ്നത്തിന്റെ കാരണക്കാരനായിരിക്കുന്ന നിന്നെ ആട്ടി ഉലയ്ക്കുന്ന ആ കാറ്റിനെ അറസ്റ്റ് ചെയ്താൻ നീക്കുവാൻ വാറന്റുമായിട്ടാണ് മേനോനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കാറ്റിനെ ബന്ധിച്ചു, കടൽ ശാന്തമായി. യേശു കർത്താവ് ഇങ്ങനെയാണെങ്കിൽ പോണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞില്ല. അടുത്ത വാക്യം പറയുന്നത്, അവൻ തടാകത്തിൽ ഇറങ്ങി, ലക്ഷ്യസ്ഥാനത്ത് നീ എത്തും. അടുത്ത വാക്യം, ഉടനെ തന്നെ പിശാച് ബാധിച്ചവൻ യേശുവിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് കാൽക്കൽ വീണു. ബുദ്ധി. കാരണം എന്തെന്നോ, കാറ്റിനെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു, അവിടെ നിന്റെ ബലം പോയി. കടൽ ശാന്തമായപ്പോഴേ പിശാചിന് മനസ്സിലായി ബലം തീർന്ന്. പിന്നെന്താ ഗുണം? അടിയറവ് പറയുന്ന ആ ബുദ്ധി. അന്വേഷിച്ച് വന്നാൽ പ്രഹരം കൂടും. മര്യാദയ്ക്ക് വന്നാൽ ഇങ്ങോട്ട് വന്നിട്ട് നീ ആരാണെന്ന് അറിയുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടടുക്കുകയാണ്. എൻ്റെ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കുന്നതാണ്. ആ പ്ലാനുകൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണോ എന്ന് ചോദന ചെയ്താൽ അത് നല്ല പ്ലാനുകളായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി തീർക്കുവാൻ ഒരു ശരീരം നിങ്ങൾക്ക് ഭൂമിയിൽ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിന് മരണമില്ല. നിങ്ങളുടെ ശരീരത്തിനൊരു സ്പാൻ ഓഫ് ടൈം ദൈവം തന്നിട്ടുണ്ട്. ഈ ശരീരം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തീകരിക്കാൻ നിങ്ങൾക്കൊരു ടൈം ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളത് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാൻ പോക്കല്ലേ, ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം. ഇത് മനു മേനോന്റെ സഭയല്ല, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. ഇത് വൺ മാൻ ഷോ ആയിട്ട് പോകത്തില്ല. ഞാൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എറണാകുളം പിടിക്കാൻ കഴിയത്തില്ല. യേശു കർത്താവിന് വരെ 72 പേരെ കുത്തിപ്പൊക്കി അധികാരം കൊടുത്തിട്ടാണ് കൂടെ കൊണ്ടു നടന്നത്. യേശു കർത്താവിൻ്റെ കാര്യം. എൻ്റെ പർപ്പസ് ബിസിനസ്, എൻ്റെ പർപ്പസ്, എൻ്റെ പ്ലാൻ ജോലി, ദൈവത്തിൻ്റെ പർപ്പസ്. എടാ, നീ ജോലിയും ചെയ്ത് നീ ബിസിനസ്സും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പദ്ധതി ആരെയും എന്നോട് ഇടപെട്ടു. അന്ന് അദ്ദേഹം പറയുക, ഈ മനു ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സും ജോലിയും വിട്ടിട്ട് എൻ്റെ അടുത്ത് സുവിശേഷ വേലയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരംഭത്തിൽ ഡിസ്കറേജ് ചെയ്തവനാ. ഇന്ന് ഞാൻ പരസ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഇവനെ ദൈവം വിളിച്ചതാണ്. എൻ്റെ സീനിയർ പാസ്റ്ററുടെ സാക്ഷ്യമാണ്, അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇവനെ ദൈവം വിളിച്ചതാണ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തോട് കൂടെ നടക്കുന്നവനും ദൈവത്തോട് കൂടെ ഇരുന്നാലുമേ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തത്തുള്ളൂ. ഞായറാഴ്ച 2:30 മണിക്ക് മാവലസ് ലൈറ്റിൽ വന്നിട്ട് എത്തി നോക്കിയിട്ട് ഭൂതത്തെ ഇറക്കുന്നതും വിടുതൽ നടക്കുന്നത് കണ്ടതുകൊണ്ടൊന്നും ഒരുത്തനോട് ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തത്തില്ല. ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നീ കയറിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ദൈവം എല്ലാവർക്കും തൻ്റെ പ്ലാനുകളെ വെളിപ്പെടുത്തത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയോ ഉപമകൾ ചേർത്ത് യേശു കർത്താവ് പ്രസംഗിച്ച്
എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയൂ. ഞാൻ മാള മാളയിൽ നിന്ന് വരുന്നു. പറയൂ, എന്താണ് പേര്? മാള പേരില്ല പേര്? എൻ്റെ പേര് മധു മാള. നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യമായി സൗദി അറേബ്യയിലായിരുന്നു ജോലി. സൗദി അറേബ്യയിലായിരുന്നു. ഓ, ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നു. ശരി. എൻ്റെ പാപ്പൻ ഷീവ ചേച്ചി, ഷീവ ചന്ദ്രബാബു അറിയാം. അവര് അവിടെ വന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം എൻ്റെ അടുത്ത് ടെലിഫോണിലൂടെ പറഞ്ഞു. സൗദിയിലേക്ക്? സൗദിയിലേക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ അമ്മ, എൻ്റെ വൈഫ്, അവർക്കെല്ലാം വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊരു വിശ്വാസം, എനിക്ക് ഇപ്പോഴും ഞാൻ ഒരുപാട് അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കപ്പോഴും ഇതിനോട് അടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ മഞ്ജു ആൻ്റണി കൊടുങ്ങുള്ളൂർ ബ്രദറ്, അവർ ഫോണിൽ കൂടെ എനിക്ക് പ്രാർത്ഥിച്ചു, അവിടെ തന്നു. എനിക്കപ്പോൾ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യേണ്ട മിസ്റ്റേക്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്ന് ഡിസ്ക് ഈ സൈഡ് തന്നെ മാറ്റി വെച്ചു. അപ്പോൾ ഈ സൈഡ് എനിക്ക് വല്ലാണ്ട് വേദന വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും ഈ സൈഡ് വേദന പഴയ പോലെ വന്നിട്ടുണ്ട്, ഇനിയും ഇവിടെയും ഓപ്പറേഷൻ വരുമോ? അപ്പോൾ മഞ്ജു എന്ന് പറഞ്ഞ സിസ്റ്റർ പ്രാർത്ഥിച്ചു, എല്ലാം മാറുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ എനിക്ക് അങ്ങോട്ട് ഇതിനോട് കൂടുതൽ ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല, ഒരിക്കലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കൂട്ടരോട്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ വന്നിട്ട് നേരിട്ട് കണ്ട് ഞാൻ ബോധ്യപ്പെട്ട് എനിക്കൊരു അനുഭവം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ട് എനിക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയണം, എന്നാൽ മാത്രമേ ഞാൻ ഇതിൽ വരുള്ളൂ. എന്നിരുന്നാലും എൻ്റെ വൈഫിനും എൻ്റെ അമ്മയ്ക്കും വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള അസുഖമാണ് മാറിയത്. അതവർ പറയും. അമ്മ വന്നിട്ടില്ല, വൈഫ് വന്നിട്ടുണ്ട്. എന്താണ് വൈഫിൻ്റെ പ്രശ്നം? ഇത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. സ്കാൻ ചെയ്ത റിപ്പോർട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല ആള്. നിങ്ങൾ കുറച്ച് നിൽക്കൂ കേട്ടോ, എൻ്റെ ബുദ്ധിമുട്ട് അറിയാനാണ്. അതേപോലെ എനിക്കിങ്ങനെ ഭയങ്കര ഇത് വന്ന് ഞാനിവിടെ വന്ന് ഫസ്റ്റിൽ സൗദിയിൽ നിന്ന് എൻ്റെ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ച് നാട്ടിലെത്തി. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ടു, ഇവിടെ വന്നു, നിങ്ങൾ ആദ്യം കണ്ടിട്ടേ വിശ്വസിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം കണ്ടു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത്, ഞാൻ എൻ്റെ പാപ്പൻ്റെ ചന്ദ്രബാബു ചേട്ടൻ ശിവചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇതിന് വിശ്വസിക്കാൻ എന്തെങ്കിലും അനുഭവം ഉണ്ടായെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ. പക്ഷേ എന്നിട്ടാണ് എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറിയതാണ്. പക്ഷെ എനിക്ക് ഒരു അനുഭവം വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു, ഒരു പ്രാവശ്യം ഫസ്റ്റ് തൃശ്ശൂർ വന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് കേട്ട്, പക്ഷേ എനിക്ക് ശരിയായില്ല. ഇവരെല്ലാം എന്നെ നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ പോയപ്പോഴേക്ക് തിരിച്ചു മറുപടിക്ക് പിന്നെ ഇവരെല്ലാം കൂടി പറഞ്ഞു, ഞാനിവിടെ വന്നു, എറണാകുളത്ത് വന്നു. പാസ്റ്റർ ഒരിക്കൽ ഞാൻ അവിടെ ഇരുന്നു, ഇവിടെ അല്ല വേറെ ഹാളിലായിരുന്നു. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തലയിൽ കൈവച്ചല്ലേ എങ്ങനെ വെച്ചുള്ളൂ. പക്ഷേ ഞാൻ താഴ്ത്ത് വീണു. അപ്പോൾ ഞാനത് എൻ്റെ കൂട്ടുകാരോടും മറ്റുള്ളവരോടും മാളയിലും പൂപ്പത്തിയിലും ഞങ്ങളുടെ എല്ലായിടത്തും ഞാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷേ പേടിയാണ്. ഞങ്ങളുടെ ഗ്യാങ്, എൻ്റെ കൂട്ടുകാരെല്ലാവർക്കും തന്നെ പേടിയാണ്. കാരണം വേറൊന്നുമില്ല, നമ്മുടെ കൂട്ടുകാർ ഇപ്പം ഞാൻ പറഞ്ഞതിനെ വിശ്വസിച്ച് ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് അടുക്കാൻ അവർക്ക് പേടി, വേറൊന്നുമില്ല. ഞങ്ങളെല്ലാം അതേപോലെ ജീവിച്ചു വന്നിരുന്നതാണ്. ഞാൻ പട്ടരല്ലേ, എനിക്കെന്ത് പേടി? ഇങ്ങോട്ട് അവർക്ക് കൊടുക്കും, പറയൂ. എൻ്റെ യൂട്രസിൽ തടിപ്പുണ്ടായിരുന്നു, പിന്നെ ഓവറിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് 2016 ഡോക്ടർ ഇങ്ങനെ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ചെന്നപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടൊന്നും പോയില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തിന് മുൻപ് ഞാൻ വേറൊരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ വലിപ്പമൊക്കെ കുറഞ്ഞ് ഇനി ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൻ്റെ സൈസം കുറഞ്ഞു, ഓപ്പറേഷൻ ക്യാൻസലായി. ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ടെന്ന്. അപ്പോൾ 6 മാസം കൂടി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ല, ഓപ്പറേഷൻ അവിടെ ഇരിക്കട്ടെ, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതോ അതിൽ വ്യത്യാസം ഉണ്ടായിരുന്നു? വ്യത്യാസമുണ്ട്. എന്തായിരുന്നു വ്യത്യാസം? വയറുവേദന ഉണ്ടായിരുന്നു, പിന്നെ ബ്ലീഡിങ് നിൽക്കൂലായിരുന്നു. അതൊക്കെ മാറി? അതൊക്കെ മാറി. നമുക്ക് അതാണ് വേണ്ടത്. ഡോക്ടറുടെ റിപ്പോർട്ടിനേക്കാൾ വലുതാണ് അവനവൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ. അതാണ് എനിക്ക് അറിയേണ്ടത്, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ. ഇപ്പം എന്താ സംഭവിച്ചു? ഇപ്പം എന്തിനാ ഇവിടെ വന്നേ? ഇപ്പോൾ സംഭവിച്ചത് എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ നിന്ന് ഇവിടെ ഇരിക്കുന്നവരെ, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് ഇങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഈ ഡിസ്ക് മാറ്റി വെച്ചതിൻ്റെ ഡിസ്ക് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തിരിയാനൊന്നും പറ്റത്തില്ലായിരുന്നു? ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ വിട്ടുപോയാൽ പണിയായി.
ഉള്ള കാര്യമാണ്. കാരണം ഇവിടെ ഡിസ്ക് 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട്. ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ മാർക്കുണ്ട്, സ്കാർ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നെട്ടും ബോൾട്ടും ഒക്കെയാണ്. 2 ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം കഴുത്ത് തിരിക്കാനും. വണ്ടി ഓടിക്കുമ്പോൾ ക്ലാസ്സിൽ കൂടെ തന്നെ നോക്കി. നിങ്ങൾ ഡ്രൈവറുമാണ്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത ഞാൻ പറയുകയും ചെയ്തു. ഞാനിപ്പോൾ മുകളിലേക്ക് നോക്കി, താഴെ നോക്കി, സൈഡിലേക്ക് നോക്കി. കുഴപ്പമില്ല. എങ്ങനെ എന്ത് കൊടുത്തു? കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇത് സ്റ്റീൽ പ്ലേറ്റ് ആണോ? സ്റ്റീലിൻ്റെ ആണോ? അതെന്താ വെച്ചിരിക്കുന്നത്? സ്റ്റീലല്ലേ, വേറെ ഒരു കെമിക്കൽ സാധനത്തിൽ അല്ല സ്ക്രൂ വെച്ചിരിക്കുകയാണ്. തിരിക്കാൻ പറ്റില്ല, തിരിക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറയുകയും ചെയ്തു. പക്ഷെ നിങ്ങളിപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുക. എന്തിന് പറയും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, എൻ്റെ ദൈവം സർവശക്തനാണ്. കർത്താവേ, നീ ചെയ്ത അത്ഭുതത്തിനായ സ്തോത്രം. തൻ്റെ കൂടെയുള്ളവർ കൂടെ ഈ സത്യം മനസ്സിലാക്കട്ടെ. അവർക്കും ദൈവം കണ്ണു തുറക്കുവാനിടയാകട്ടെ. തന്നെ കൊടുത്തിരിക്കുന്ന സൗഖ്യം എന്ന സൗഖ്യമാണ്. ഇനി ഒരു സ്ക്രൂവും വേണ്ട, നെറ്റും വേണ്ട, ബോൾട്ടും വേണ്ട, അതെല്ലാം അഴിഞ്ഞുപോയി. പരിപൂർണ്ണ വിടുതലായി നന്ദി യേശുവിൻ നാമത്തിൻ്റെ പിതാവേ. സിസ്റ്റർക്കും കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി യേശുവിൻ നാമത്തിൻ്റെ പിതാവേ. ഇനി ഉണ്ടാകത്തില്ല. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോൾ കുറേ പേർക്ക് മനസ്സിലാവും, ശരിയാണല്ലോ, ഞാൻ ഇതുവരെയും ജീവിച്ചത്. നമുക്ക് ദൈവം സമയം തരുന്നത് ആത്മാവിൻ്റെ സമയമൊന്നുമില്ല. നമ്മൾ മരിക്കുന്ന സമയത്ത് സമയം എൻഡാകുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം സ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ സമയത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതുവരെ നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ച് ദുഃഖിതരാകാതെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നീടുള്ളത് മറന്ന് മുന്നിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് ഓടുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയും. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കുക. അതുവരെയും സർവശക്തനായ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ.